കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കല്യാണീ കമലാകാന്ത കമനീയകളേബരാ പ്രസീദ മേ വിശ്വരാമ ഭോ ഗോവിന്ദ ദാമോദര. നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജംഗ ഖഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിംപുരുഷന്മാരും പന്നഗതാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്തിയാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം. ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമൻപോടവതരിച്ചിടിനാൻ. രാമം ദശരഥനന്ദനമുൽപ്പലശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണചന്ദ്രാനനം കാരുണ്യപീയൂഷപൂർണസമുദ്രം മുകുന്ദം സദാശിവം. രാമം ജഗദഭിരാമമാത്മാ രാമമാമോദമർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിദ്ഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷപ്രകൃതി കാലഖ്യനായി. ഭക്തപ്രിയനാം പരമാത്മനേ നമ. യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാം. തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമദ്യം നമോ നമഃ. ത്വത്പ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാ ത്വദ്ബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വത്പാദപദ്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിത്പുരുഷ പ്രഭോ നിൻ കൃപാവൈഭവമെപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗത്പതേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി
ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ. ത്വദ്ഗഥാപീയൂഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വത്പൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമ രമാപദേ. പാതിയും പോയിതോ ഭൂഭാരം ഇന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. പിന്നെ മറ്റന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതിഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനന്നേരം. അതികായവധം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ട്. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതോ പറഞ്ഞു ത്രിശിരസ്സും ഉന്നതനായോരതികായ വീരനും. ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചതിശക്തിയേറിയിടും നിശാചര വീരന്മാർ. 8 പേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോടു ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്തു കാരണം? ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും. ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും. പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവുക്കോടടുത്തു കപിത്രവരന്മാരും. സംഖ്യയില്ലാതോളമുണ്ട് പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ വീട്ടിലാക്കിയിടിനാൻ സത്വരം. എന്തോരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചര കൊല്ലും നിദാശു കപിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകിക്ഷണാന്തരേ വാരണവാജീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസ വീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ ഏകബന്ധങ്ങളും പലന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ. രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതീരുക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ വേഗാലടുത്തപ്പോൾ അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്ര പുത്രതനയനോടേറ്റിതു. വാരണമേറി മഹോദര വീരനും തേരിലേറി ത്രിശിരസ്സുമണഞ്ഞിതു.
മൂവരോടും പൊരുതേടിനാൻ അങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസ്യൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നീടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വനം നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും ഉന്മത്തനും മരിച്ചാർ കപിസത്തമന്മാരോടെതിർത്തതിസത്വരം വിശ്വൈകവീരൻ അതികായനം നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠപുത്രൻ അടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്ന് ചെറുത്താനതു നേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞറ്റം അന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതുകൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്തിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്ന് പാലിക്കും ജഗത്രയും രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരധികായ മസ്തകമാമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വച്ചു കൈതൊഴുതിയിടിനാ രാമയം പുണ്ട് ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ വിധിയെന്നലറി ദശകണ്ഠനും ഇന്ദ്രജിത്തിന്റെ വിജയം. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരറ്റവരെന്തിനി നല്ലതു ശങ്കര ദൈവമേ. ഇഥം വിലാപിച്ച നേരത്ത് ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ. ഖേദമുണ്ടാകരുതേതുമേ മനസ്സേ, താതന് ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നെ സുഖമേ ജയിച്ചു വരിക നീ. വൻപനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭിലപുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം. രക്തമല്യംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി
നക്തഞ്ചരാധിപ പുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്രചാപരധാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായാശരൻ പോർക്കളം പുക്കൂരു നേരത്തു കപികളും രാക്ഷസരെ ചെറുതാർത്തടുത്തിയിടിനാർ മേഘജാലം വരിഷിക്കുന്നതുപോലെ മേഘനാഥൻ ഗണ തൂകിത്തുടങ്ങിനാൻ പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജിപദാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കവർക്കന്തം വരുന്നതു കണ്ടോരു രാവണി സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തുമുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വൻപരാം മർക്കടന്മാരുടെ മയ്യിൽ വന്നൻപതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ 50 ബാണം വിവിധനേറ്റു പുനരൊൻപതു മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതവണ്ണമേറ്റു ഗന്ധമാദനൻ നെയ്യിലും 29 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജമ്പമാൻ നെയ്യിലും 6 പനസനും 7 വിനതനീരാറു സുഷേണനും 8 കുമുദനും 6 ബാണ വൃഷഭനും കേസരിക്കാറും 9 കൂടെ വന്നെറ്റിതു 10 ശതബലിക്കൊൻപത് ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമെറ്റിതു 10 പുനരിരുപത്തഞ്ചുമെറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദധിമുഖൻ മയ്യിലും 42 ഗവക്ഷരുമെറ്റിതു 3 ഗവയനും 5 ശരഭനും 1 ഒരു 4 സുമുഖനും ദുർമുഖനേറ്റിരുപത്തിനാലമ്പ് സമാനമായൊരു 15 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോട് 80 അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം ഇഥം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാർ 21 വെള്ളവും മർക്കതനയനും വീണോരനന്തരം ആപതില്ലേതും ഇതിന്നു നമുക്കെന്ന് ദേവദേവന്മാരുമന്യോന്യമനേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയുമെയ്തു വീഴ്ത്തിടിനാൻ മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു ലോകവും കൗണപാധീശ ജയത്തിനാലാഖണ്ഡരാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ ലേഖസമൂഹവും അഴീകതാശയ ലേഖസമൂഹവും മാർഗീകതാശയ. ഔഷധാഹരണ യാത്ര. കൈകസീ നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്ത് ഞാൻ എന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരും അറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ. ആകമേറും വായുപുത്രനും അന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ
ചകാതപരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു. കണ്ണു മിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിരെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ. കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ട് നിന്നുടെ വാക്ക് കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ. സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട്, ബോധമുണ്ടല്ലോ ഭവാനറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചോരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ. ചോദിച്ചിതാശു വിഭീഷണനെന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും. രാമ സൗമിത്രീ സുഗ്രീവങ്കദാദികളാം അവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ. മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിരെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. സാരസ സംഭവപുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കൽ ആമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായി ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. കൂടെ തലയിൽ മുകർന്നു ചൊല്ലിയിടിനാൻ. നമഃ സച്ചിദാനന്ദരൂപായ തസ്മൈ നമോ ദേവദേവായ രാമായ തുഭ്യം. നമോ ജാനകീ ജീവിതേശായ തുഭ്യം. നമഃ പുണ്ഡരീകായ ദക്ഷായ തുഭ്യം.